ഗൈസിലേക്ക് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കുറച്ചധികം നാളായി നമ്മളൊരു ഹെയർ സ്റ്റൈലിംഗ് വീഡിയോസൊക്കെ ചെയ്തിട്ട് മീൻസ് ലോങ് വീഡിയോ ആയിട്ട് ചെയ്തിട്ട് അപ്പോൾ കുറേ അധികം കമൻറ്റ്സ് നമുക്ക് വരുന്നുണ്ട്. ഹെയർ സ്റ്റൈലിംഗ് വീഡിയോ എന്താ ചെയ്യാത്ത ചേച്ചി, ഹെയർ സ്റ്റൈലിംഗ് വീഡിയോസ് നിർത്തിയോ, സ്കൂളിൽ കെട്ടിക്കൊണ്ടോ മറ്റൊന്ന് ഹെയർ സ്റ്റൈലിംഗ് വീഡിയോ ചെയ്യുമോ, അങ്ങനെയൊക്കെ കുറച്ച് കമൻറ്റ്സ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഹെയർ സ്റ്റൈലിംഗ് വീഡിയോ ആയിട്ടാണ്. നമ്മളിത് പാർട്ടായിട്ടാണ് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. 5 പാർട്ട് കാണും. 5 പാർട്ടിനകത്തും 5-6 ഹെയർ സ്റ്റൈൽ വെച്ചിട്ട് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ക്ലിപ്പൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ വേറെ കാര്യം, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ എപ്പോഴും പറയുന്നതിന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല. അപ്പോൾ നമുക്ക് ഒട്ടും താമസിപ്പിക്കാതെ നമ്മുടെ ഹെയർ സ്റ്റൈലിംഗ് വീട്ടിലോട്ട് പോയാലോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഹെയർ സ്റ്റൈൽ വന്നിട്ടുണ്ട് ഇതേപോലത്തുള്ള കുർത്തീസിൻ്റെ കൂടെയും വെഡ്ഡിങ്ങിനും റിസപ്ഷൻ ലുക്കിനൊക്കെ കെട്ടാൻ പറ്റുന്ന ഒരു ഹെയർ സ്റ്റൈലാണ് കേട്ടോ. മോസ്റ്റ് റിക്വസ്റ്റഡ് ഹെയർ സ്റ്റൈലാണ്. ഞാൻ മിക്ക വീഡിയോസിൽ ഇങ്ങനെ ചെയ്യുമ്പം പറയാറുണ്ട് ഈ ഒരു ഹെയർ സ്റ്റൈൽ ഒന്ന് കെട്ടി കാണിക്കണേ. അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് ഹെയർ സ്റ്റൈൽ വന്നിട്ട്. ഇത് വന്നിട്ട് ട്വിസ്റ്റ് ഹെയർ സ്റ്റൈലാണ്. ഞാൻ മിക്ക എൻ്റെ ബ്രൈഡ്സിനൊക്കെ യൂസ് ചെയ്യുന്നൊരു ഹെയർ സ്റ്റൈലാണ്. ബ്രൈഡ്സിന് യൂസ് ചെയ്യുമ്പോൾ ഇത്തിരി കൂടെ ക്രിമ്പൊക്കെ ചെയ്തിട്ട് നല്ല പ്രൊഫഷണലാണ് നമ്മൾ കെട്ടുന്നത്. ഇതിപ്പോൾ നമുക്ക് ഈസിലി ഡെയിലി എവിടെയെങ്കിലുമൊക്കെ പോകുന്ന സമയത്തും എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉള്ള സമയത്തും നമുക്ക് കെട്ടാൻ വേണ്ടി കണക്ക് കുറച്ച് മുടി എടുത്തതിന് ശേഷം നമുക്ക് ഉള്ളിലോട്ട് വെച്ച് ട്വിസ്റ്റ് ചെയ്തതിന് ശേഷം ഇതേപോലത്തെ ഒരു ബോബി പിൻ വെച്ചൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കാം. ഈ സെയിം സ്റ്റെപ്പാണ് ഈ എല്ലാ ഹെയർ സ്റ്റൈലും നമ്മൾ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ട്വിസ്റ്റ് ചെയ്യുമ്പോൾ മീൻസ് ഒരു സൈഡ് ട്വിസ്റ്റ് ചെയ്യുമ്പം എപ്പോഴും ഒരു ഡയറക്ഷനിലോട്ടും റോൾ ചെയ്യണം, മറ്റേ സൈഡ് ട്വിസ്റ്റ് ചെയ്യുമ്പോൾ മറ്റേ ഡയറക്ഷനിലോട്ടും റോൾ ചെയ്യണം. ഇല്ലെങ്കിൽ പിന്നെ മൊത്തത്തിൽ ഒരു ഇറഗുലർ ആയിപ്പോകും കേട്ടോ. അപ്പം ഞാൻ ഫസ്റ്റ് എടുത്ത് ട്വിസ്റ്റ് ചെയ്ത് കുത്തുന്നുണ്ട്, പിന്നെ സെക്കൻഡും അതേ കണക്ക് കുത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ വേണമെങ്കിൽ ഈ 2 ട്വിസ്റ്റ് മാത്രം വെച്ചാൽ മതി. കുഞ്ഞു കുട്ടികൾക്കൊക്കെ കെട്ടുമ്പോൾ ഇതുപോലത്തെ 2 ട്വിസ്റ്റ് മാത്രം വെച്ചാൽ മതി. അവർക്ക് കുറേ മുടിയില്ലല്ലോ. അതല്ല ഇച്ചിരി ലോങ് ഹെയർ, അത്യാവശ്യം നല്ല ലോങ് ഹെയറും ഒക്കെ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ നമുക്ക് കണ്ട ഇതേ കണക്ക് ഒരു ട്വിസ്റ്റും കൂടെ നമുക്ക് വെച്ച് കൊടുക്കാം. വേണമെങ്കിൽ നമ്മുടെ ചെവിയുടെ മുകളിലുള്ള മുടിയുടെ അവിടം വരെ നമുക്കൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ ഒരു സൈഡ് കംപ്ലീറ്റ് കെട്ടിയിട്ടുണ്ട്. എന്നിട്ട് വേണമെങ്കിൽ ബാൻസും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ അവിടെ ബാൻസ് പ്രിഫർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നെറ്റ് കയറിയ ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ കുറച്ച് ബാൻസൊക്കെ ഫ്രണ്ടിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു നെറ്റ് കയറേണ്ടി ഇതങ്ങ് മാറുമല്ലോ. ഭയങ്കരമായിട്ട് അമക്കി നമ്മൾ നെറ്റ് കയറിയ ആൾക്കാർ ഭയങ്കരമായിട്ട് അമക്കി ബാക്കിലോട്ട് കെട്ടാൻ നിൽക്കുകയാണെങ്കിൽ ഭയങ്കര നെറ്റ് കയറി ഒന്നും കൂടെ എൻഹാൻസ് ചെയ്ത് കാണിക്കും. അപ്പോൾ അവർക്കൊക്കെ കെട്ടാൻ പറ്റുന്ന ഒരു അടിപൊളി ഹെയർ സ്റ്റൈലാണ് ഇത് വന്നിട്ട്. ഇത് കാണുമ്പോൾ ഭയങ്കര അയ്യോ പാടാണെന്ന് തോന്നിയാലും പക്ഷേ നമ്മൾ കെട്ടിക്കഴിഞ്ഞാൽ ഈസിയായിട്ട് കെട്ടാൻ പറ്റും. അപ്പോൾ അതിൻ്റെ അപ്പുറത്തെ സൈഡിലും ഞാൻ ഇതേ കണക്ക് നമ്മളെപ്പോഴും ഇന്നർ കോർണറിലോട്ട് വേണം നമ്മളെപ്പോഴും ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ എന്താണ് ഞാൻ അപ്പുറത്തെ സൈഡിലും കൂടെ കെട്ടുവാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു സൈഡിൽ 3 പാർട്ടീഷൻ, മറ്റേ സൈഡിൽ 3 എടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ കുഞ്ഞു കുഞ്ഞു ട്വിസ്റ്റ് കെട്ടാം, അതെല്ലാം ഇച്ചിരി കൂടെ വലുതായിട്ട് കെട്ടാം, പിന്നെ അല്ലെങ്കിൽ ആ കംപ്ലീറ്റ് വെച്ചിട്ട് കെട്ടാം. ഇപ്പോൾ ഇച്ചിരി കൂടെ ട്രഡീഷണൽ ലൈക്ക് ഇപ്പോൾ പട്ടുപാട് ഉടുപ്പം, ലെഹങ്ക അങ്ങനത്തെയൊക്കെ ഡ്രസ്സ് ഇടുമെങ്കിൽ നമുക്ക് ഫുള്ളി നമുക്ക് ട്വിസ്റ്റ് വെച്ച് കെട്ടിക്കൊടുക്കാം. പിന്നെ ബാക്കിൽ വേണമെങ്കിൽ നമുക്ക് ബൺ കെട്ടാം, അങ്ങനെയൊക്കെ കെട്ടാം. ഇനി നമ്മുടെ അടുത്ത ഹെയർ സ്റ്റൈൽ വന്നിട്ട് ട്രഡീഷണൽ ലുക്കല്ല, അല്ലാണ്ടുള്ള നമ്മൾ ക്രോപ്പ് ടോപ്സ് ഇച്ചിരി മോഡേൺ ലുക്കൊക്കെ വരുമ്പം നമുക്ക് കെട്ടാൻ പറ്റുന്ന ഒരു ഹെയർ സ്റ്റൈലാണ്. ഭയങ്കര സിമ്പിളാണ്. ഒരു 1 സൈഡ് ഹെയർ സ്റ്റൈലാണ് കേട്ടോ. ആർക്കും വേണം കെട്ടാം. ഷോർട്ട് ഹെയർ, ലോങ് ഹെയർ ഉള്ളവർക്കൊക്കെ കെട്ടാം. അതുകൊണ്ട് ഇതേ കണക്ക് കുറച്ച് മുടി എടുത്തതിന് ശേഷം നമ്മുടെ ഹെയർ ബാൻഡ് മാക്സിമം നിങ്ങൾ ഹെയർ ബാൻഡ് എടുക്കാൻ നോക്കും. അല്ലാണ്ടുള്ള ബണ്ണ്, കട്ടിയുള്ള ബണ്ണ് എടുക്കാണ്ട് ഇത് കണക്കുള്ള ഹെയർ ബാൻഡ് എടുക്കും. നമുക്കിത് ഷോപ്പിലൊക്കെ കിട്ടും. ഒരു 20 രൂപയ്ക്കൊക്കെ കുറേ കിട്ടുന്നതാണ്. അതിനുശേഷം ഇതേ കണക്ക് നമുക്കൊരു അകത്തൂടെ കയറ്റി നമുക്കൊന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ആ മുടിയും ചേർത്ത് വേറെ കുറച്ച് മുടിയും കൂടെ മീൻസ് നമ്മുടെ ചെവിയുടെ അവിടെയുള്ള മുടി എടുക്കല്ല, അല്ലാണ്ട് ഇതേ പൊസിഷനിൽ വെച്ചിട്ട് കുറച്ച് മുടി എടുത്തിട്ട് അതും ഇതേ കണക്ക് നമ്മൾ ഹെയർ ബാൻഡ് ഇട്ട് കെട്ടിക്കൊടുത്തതിന് ശേഷം അകത്തൂടെ നമുക്കൊന്ന് എടുക്കാം. എപ്പോഴും നിങ്ങൾ ബാക്കിൽ കൂടെ എടുക്കാവും, അല്ലാണ്ട് ഫ്രണ്ടിൽ കൂടെ എടുക്കല്ല. അപ്പോൾ കെട്ടിക്കഴിയുമ്പോൾ ഇതേ കണക്കൊന്ന് ലൂസായി കിടക്കും. അപ്പോൾ ആ ലൂസായി കിടക്കുന്നതൊന്ന് ടൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ബോബി പിന്നോ അല്ലെങ്കിൽ ടിക് സ്ലൈഡോ ഏതാണ് നിങ്ങൾക്ക് ഇച്ചിരി കൂടെ ഇഷ്ടമെന്ന് വെച്ചാൽ അതേ കണക്ക് അത് വെച്ച് നമുക്കൊന്ന് കുത്തി കൊടുക്കാവുന്നതാണ്. ഇതിപ്പം മോഡേൺ ലുക്കിൻ്റെ കൂടെ മാത്രമല്ല, അല്ലാണ്ട് നമ്മൾ കുർത്താസൊക്കെ ഇടുമ്പോൾ കെട്ടാൻ പറ്റുന്നതാണ്. കുഞ്ഞു കുട്ടികൾക്കൊക്കെ സ്കൂളിൽ പോകുമ്പോൾ കെട്ടിക്കൊണ്ട് പോകാൻ പറ്റുന്നൊരു ഹെയർ സ്റ്റൈലാണ്. അവർക്ക് വലിയ മുടിക്ക് നീളമില്ലല്ലോ, അപ്പോൾ അവർക്കൊക്കെ കെട്ടാൻ പറ്റുന്നൊരു അടിപൊളി ഹെയർ സ്റ്റൈലാണ്. അപ്പോൾ അടുത്ത ഹെയർ സ്റ്റൈലോട്ട് പോകാം. അത് വന്നിട്ട് വീണ്ടും ഒരു ട്രഡീഷണൽ ഹെയർ സ്റ്റൈലാണ്. ഭയങ്കര പക്ക ട്രഡീഷണൽ ഹെയർ സ്റ്റൈൽ ഒന്നുമല്ല. ഇതുപോലത്തെ കുർത്തീസൊക്കെ ഇടുമ്പോൾ കെട്ടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രഡീഷണൽ ലുക്കിൻ്റെ കൂടെ കെട്ടാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ സൈഡ് പാർട്ടീഷനാണ് എടുക്കുക. നിങ്ങൾ ഏത് സൈഡാണ് പ്രിഫർ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതെടുത്താൽ മതി. പിന്നെ കുറച്ച് ബാൻഡ്സ് ഫ്രണ്ടിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നേരത്തെ കെട്ടിയ ഒരു ഹെയർ സ്റ്റൈലില്ല, അതിൻ്റെ തന്നെ സെയിം രീതിയിലാണ് കെട്ടുന്നത്. പക്ഷേ അതിനകത്ത് നമ്മളൊരു ട്വിസ്റ്റാണ് കൊടുത്തത്. ഇതിനകത്ത് നമ്മൾ കൊടുക്കുന്നത് ഒരു ഫ്രഞ്ച് ബ്രൈഡാണ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ ആ ഒരു അവിടുന്ന് ഇങ്ങനെ വലിച്ചു പിടിച്ച് മുടിയെടുക്കാൻ നിൽക്കില്ലാണ്ട് ഇതേ കണക്ക് കുറച്ച് പോഷൻ വിട്ടതിന് ശേഷം മാത്രമേ മുടിയെടുക്കാവൂ.
അവിടെ നിന്ന് ഇങ്ങനെ വലിച്ചു പിടിച്ച് മുടി എടുക്കും നമ്മുടെ നെറ്റി ഭയങ്കരമായിട്ട് ഇങ്ങനെ കയറിയാൻ കിട്ടുമെന്ന്. പക്ഷേ ഇങ്ങനെ എടുക്കുമ്പം കുറച്ച് മുടിയൊക്കെ ഫ്രണ്ടിലോട്ട് കിടക്കും, ക്യൂട്ടായിരിക്കും. പക്ഷേ ട്രഡീഷണൽ ലുക്കൊക്കെ നമുക്ക് കിട്ടും. ലോങ് ഹെയർ, ഷോർട്ട് ഹെയർ ഒക്കെ ഉള്ളവർക്ക് അടിപൊളിയായിട്ട് കെട്ടാൻ പറ്റുന്നതാണ്. ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് എൻ്റെ മുടി ഷോർട്ടായിട്ട് വെട്ടിയിരുന്ന ടൈമിലൊക്കെ എനിക്ക് കെട്ടാൻ പറ്റിയ ഈസി ആയിട്ടുള്ള ഹെയർ സ്റ്റൈൽസാണ് ഇതൊക്കെ വന്നിട്ട്. കാരണം മുടിക്കൊട്ടും നീളമില്ലാത്തതുകൊണ്ട് സാധാരണ നോർമൽ ഹെയർ സ്റ്റൈലൊന്നും കെട്ടാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ ഇത്രേ ഉള്ളൂ, ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് കെട്ടിയെടുക്കാം. ഞാൻ അതിനുശേഷം നമുക്കൊരു ബോബി പിൻ വെച്ചിട്ട് നമ്മൾ സെക്യൂർ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ താണ്ട് ഇവിടെ ഒരു സൈഡ് മാത്രമേ കെട്ടുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സെയിം സ്റ്റെപ്പ് വെച്ചിട്ട് അപ്പുറത്തെ സൈഡിലും കെട്ടിക്കൊടുക്കാം. നമ്മുടെ മുടി അത്യാവശ്യം നല്ല ലോങ് ആയിട്ട് കിടക്കും, നല്ല ലെന്തുള്ള റൂട്ടൊക്കെ നമുക്ക് കിടക്കും. അപ്പോൾ ഇത് ഈസി ആയിട്ട് നമുക്ക് കെട്ടിയെടുക്കാം. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇതേ കണക്ക് ഒരു സൈഡിലോട്ട് മുടിയൊക്കെ എടുത്തിട്ടിട്ട് നമ്മൾ ഈ മീൻസ് ലെഹങ്ക, വെഡ്ഡിങ് റിസപ്ഷൻ ലുക്കിനൊക്കെ നമുക്ക് ഈ ഒരു ഹെയർ സ്റ്റൈൽ കെട്ടാവുന്നതാണ്. ഇനി അപ്പോൾ നമ്മുടെ അടുത്തൊരു വേറെ ഹെയർ സ്റ്റൈലോട്ട് പോകാം. അത് വന്നിട്ടൊരു മോഡേൺ ഹെയർ സ്റ്റൈലാണ്. അത് ഭയങ്കര ഈസി ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഹെയർ സ്റ്റൈലാണ്. ഭയങ്കര ക്യൂട്ടായിട്ടിരിക്കും, ആർക്കും കെട്ടാവുന്നൊരു അടിപൊളി ഹെയർ സ്റ്റൈലാണ്. എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഈ ഹെയർ സ്റ്റൈലും വീഡിയോയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഹെയർ സ്റ്റൈലാണ്. പിന്നെ നിങ്ങളെ ഈ ഹെയർ സ്റ്റൈലും വീഡിയോയിലകത്ത് ഏത് ഹെയർ സ്റ്റൈലാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഇടയ്ക്കിടയ്ക്ക് നാക്കുളിക്കുന്നതാണ് ഗുയ്സ്. അതിന് വേണ്ടിയിട്ടാണ് ഇതേ കണക്ക് സെൻറ്റർ പാർട്ട് ഷോർട്ടത്തിന് ശേഷം കുറച്ച് ബാൻഡ്സ് ഇട്ടിട്ടുണ്ട്. ഏകദേശം ഇത്രയും മുടി മാത്രമേ എടുക്കാവൂ, കുറേ മുടി എടുക്കില്ല. ഇത്രയും മുടി എടുത്തിട്ട് നല്ലോണം നമുക്കൊന്ന് പിന്നി കൊടുക്കുമ്പോൾ വല്ലാണ്ടായി പോവാതെ നല്ല സൂക്ഷിച്ച് പിന്നെ നോക്കും. ഞാൻ ഇവിടെ സ്പീഡ് കൂട്ടിയിട്ടാണ് ചെയ്തേക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് അടിയിൽ വരെ മീൻസ് ആ മുടിയുടെ നീളം തീരുന്നിടം വരെ നമുക്ക് വേണമെങ്കിൽ പിന്നിക്കൊടുക്കാം. അതല്ലെങ്കിൽ നമ്മുടെ ചെവിയുടെ അത്രയും ലെന്ത് വെച്ചിട്ട് അവിടെ വെച്ചിട്ട് പിന്നിക്കൊടുക്കാം. പിന്നെ നമ്മുടെ മറ്റേ പണ്ടത്തെ ഒരു ബോബി മുത്ത് പോലത്തെ ഒരു കുഞ്ഞു സ്ലൈഡില്ലേ, പണ്ടൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ അതുണ്ടോയെന്ന് എനിക്കറിയില്ല. അതുപോലത്തെ സ്ലൈഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാം. അപ്പോൾ ഒരു സൈഡ് ഞാൻ കെട്ടിയെടുത്തിട്ടുണ്ട്. അതേ കണക്ക് തന്നെ നമ്മുടെ അപ്പുറത്തെ സൈഡിലൂടെ കെട്ടിയെടുക്കാം. നിങ്ങൾ ഈ ഹെയർ സ്റ്റൈൽ കെട്ടുന്നവരാണെങ്കിൽ ബാൻഡ്സ് ഇടുന്നതാണ് ഒന്നും കൂടെ നല്ല ഭംഗി ക്യൂട്ടായിട്ടൊക്കെ കെട്ടാൻ പറ്റുന്നത്. കുട്ടികൾക്കൊക്കെ സ്കൂളിൽ പോകുമ്പോൾ കെട്ടിക്കൊണ്ടുപോകാൻ പറ്റുന്നൊരു ഹെയർ സ്റ്റൈലാണ്. നെറ്റ് ഇയർവർക്കും അല്ലാണ്ട് ഷോർട്ട് ഹെയർ, ലോങ് ഹെയർ എല്ലാവർക്കും കെട്ടാൻ പറ്റുന്ന ഹെയർ സ്റ്റൈൽ ടൈപ്പ് വീഡിയോസാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ വന്നിട്ട്. ഇനി വരുന്ന വീഡിയോസിൽ നമ്മൾ അച്ചിരിയും കൂടെ അല്ലാണ്ടുള്ള ഡിഫിക്കൽട്ടി ആയിട്ടുള്ള ഹെയർ സ്റ്റൈൽസ് ആയിരിക്കും ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത്. ഇതിപ്പം ആദ്യം ആയതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി ഈസി ആയിട്ടുള്ള ഹെയർ സ്റ്റൈൽസ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അതാണ്ട് അപ്പുറത്തെ സൈഡിൽ ഞാൻ ഏകദേശം പിന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ മുടിയിൽ കളർ ചെയ്തുകൊണ്ട് അത് ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ രണ്ട് സൈഡ് ഞാൻ കെട്ടിയെടുക്കുന്നുണ്ട്. ഒരു ഈസി ആയിട്ട് നമുക്ക് കെട്ടിയെടുക്കാൻ പറ്റും. പക്ഷേ ആ ഒരു ഹെയർ സ്റ്റൈൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് തോന്നും. ഞാനത് കെട്ടിയിട്ട് കുറച്ച് പട്ടിഷമൊക്കെ കാണിക്കുന്നുണ്ട് ഗോയ്സ്. ഇനി നമുക്ക് ഈ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ ഇങ്ങനെ മുടി അഴിച്ചിട്ടുകൊണ്ട് പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്കും കൂടെ കെട്ടാൻ പറ്റുന്നൊരു ഹെയർ സ്റ്റൈലാണ്. മീൻസ് ഈ ഒരു ഹെയർ സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ കെട്ടാം. എന്നിട്ട് ഇതേ കണക്ക് സെൻറ്റർ പാർട്ടീഷൻ മീൻസ് നമ്മുടെ ബാക്കിലെ സെൻറ്റർ എടുത്ത് നമ്മൾ സ്പ്ലിറ്റാക്കി മുടി ഇട്ടതിന് ശേഷം നമ്മുടെ ബണ്ണ് വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ റിബൺ ഉണ്ടെങ്കിൽ റിബൺ വെച്ചിട്ടോ നമുക്ക് ഇതേപോലെ ഒന്ന് കെട്ടിക്കൊടുക്കാം. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് പിന്നി ഇടാം, അതല്ലെങ്കിൽ ഇതേ കണക്കൊന്ന് കെട്ടിക്കൊടുക്കാം, അതല്ലെങ്കിൽ ഇച്ചിരി കൂടെ മുകളിലോട്ട് വെച്ചിട്ട് നമുക്കൊന്ന് കെട്ടിക്കൊടുക്കാം. അങ്ങനത്തെ കുറേ ഹെയർ സ്റ്റൈൽ നമ്മുടെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കൂ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ഒരു സൈഡ് ഞാൻ കെട്ടുന്നുണ്ട്. അതേ കണക്ക് നമ്മുടെ അപ്പുറത്തെ സൈഡിലും കൂടെ ഒന്ന് കെട്ടിക്കൊടുക്കാം. ഇത് നമ്മുടെ മിക്ക ക്രോപ്പ് ടോപ്സ്, ഇച്ചിരി മോഡേൺ ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ ഭയങ്കര ഈസി ആയിട്ട് കെട്ടാൻ പറ്റുന്ന ഹെയർ സ്റ്റൈലാണ്. നമ്മുടെ മുടി ജട പിടിക്കുകയോ ഉടക്ക് പിടിക്കുകയോ നമുക്കൊന്ന് ടെൻഷനൊന്നും അടിക്കുകയൊന്നും വേണ്ട. ഇത് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഒരു നല്ല ലുക്ക് ക്യൂട്ടായിട്ടിരിക്കുകയും ചെയ്യും, പക്ഷെ നമുക്ക് ഈസി ആയിട്ട് കെട്ടുകയും ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ഹെയർ സ്റ്റൈൽ വന്നിട്ടും. ഇനി നമുക്ക് ഈ ഹെയർ സ്റ്റൈൽ വെച്ച് കഴിഞ്ഞാൽ അടുത്ത വേറെ ഹെയർ സ്റ്റൈൽ ട്രൈ ചെയ്ത് നോക്കാം. കാരണം ഒരു പടിക്ക് 3-4 പക്ഷി എന്ന് പറയുന്നതിൻ്റെ തൊട്ടും വേണമെങ്കിൽ നമുക്ക് ഫുൾ മുടി ഓപ്പൺ ഹെയർ സ്റ്റൈൽ ഇടാൻ വേണമെങ്കിൽ 2 സൈഡ് കെട്ടാം. ഇനി നമ്മൾ 2 സൈഡ് ബൺ ഹെയർ സ്റ്റൈലാണ് കെട്ടുന്നത്. ആ ഒരു മുടി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ ഇതേ കണക്ക് ട്വിസ്റ്റ് ചെയ്തെടുത്ത് അവിടെ 2 സൈഡിലായിട്ട് ഒന്ന് ബൺ പോലെ കെട്ടിക്കിടക്കുന്നുണ്ട്. അതും അത്യാവശ്യം നല്ലൊരു ഹെയർ സ്റ്റൈലാണ്. പിന്നെ എൻ്റെ മുടി ഞാൻ സ്റ്റെപ്പ് കട്ട് വെട്ടിയിട്ടുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മുടി ഇങ്ങനെ പൊഴിഞ്ഞു വരുന്നുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. പക്ഷേ കുഴപ്പമില്ല, എന്നാലും ഭയങ്കര ഒരു മെസ്സി ഹെയർ സ്റ്റൈലായിട്ട് നമുക്ക് കിട്ടും. അല്ലാതെ വലിയ ബോർ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. നമ്മൾ ഈ കൊറിയൻ ഡ്രാമാസിലൊക്കെ കാണുന്ന ചില ഹെയർ സ്റ്റൈൽസാണ് ഇതൊക്കെ വന്നിട്ട്. ഈ അടുപ്പിച്ച് കാണിച്ച 3 ഹെയർ സ്റ്റൈൽസ് നമ്മുടെ കൊറിയൻ ഡ്രാമാസിൽ BTS ഫാൻസിനൊക്കെ കെട്ടാൻ പറ്റുന്ന അടിപൊളി ഹെയർ സ്റ്റൈലാണ് കേട്ടോ. അപ്പോൾ 2 സൈഡ് ഞാൻ അതേ കണക്കൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ മുടി ഈ സ്റ്റെപ്പ് കട്ട് ആയതുകൊണ്ട് ചെറിയൊരു കോംപ്ലിക്കേഷൻ ഉണ്ട്. പക്ഷേ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ പക്ഷേ എനിക്ക് ഈ ഹെയർ സ്റ്റൈൽ ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇനി നമ്മുടെ വീണ്ടും ഒരു ട്രഡീഷണൽ ഹെയർ സ്റ്റൈലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് വന്നിട്ടൊരു നമ്മളൊരു പഫ് ഹെയർ സ്റ്റൈലാണ്. ഈ ഒരു പഫ് ഹെയർ സ്റ്റൈൽ വേണമെങ്കിൽ നല്ല മീൻസ് ഒട്ടും ലെന്ത് ഇല്ലാത്ത മുടി പോലും നമ്മളിത് കെട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ലെന്തി തോന്നി കിടക്കുന്ന ഒരു ഹെയർ സ്റ്റൈലാണ്. ഞാൻ സ്കൂളിൽ പഠിച്ച സമയത്തൊക്കെ മിക്കവാറും കെട്ടിക്കൊണ്ട് വന്ന ഹെയർ സ്റ്റൈലാണ് ഈ ഒരു പഫ് ഹെയർ സ്റ്റൈലും. ഇതേ കണക്ക് വേണമെങ്കിൽ ബാൻഡ്സ് ഇട്ട് കൊടുക്കാം. ദെൻ അതിന് ശേഷം നമുക്ക് ഇനിയിപ്പോൾ മുടി അഴിച്ചിട്ട് ജടയായി എന്ന് പേടിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ നമ്മുടെ ഇതേപോലത്തെ ബനാന ക്ലിപ്പ് അല്ലല്ലോ, മീൻസ് ഈ ക്രാബ് ക്ലിപ്പൊക്കെ ഇല്ലേ, അത് വെച്ചിട്ട് നമുക്കൊന്ന് സെക്യൂർ ചെയ്തെടുക്കാം. ഞാൻ നേരത്തെ എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞ് ഈ ക്ലിപ്പ് കാണിച്ചിട്ട് ബനാന ക്ലിപ്പ് എന്ന്, പക്ഷേ അതിന് കുറേ കമൻറ്റ് വന്നത് ബനാന ക്ലിപ്പല്ല ക്രാബ് ക്ലിപ്പ്
ക്രാബ് ക്ലിപ്പാണ്. അതെന്തോ ഞാൻ പറഞ്ഞപ്പോൾ തെറ്റിപ്പോയതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇതേ കണക്ക് നമുക്കൊന്ന് കെട്ടിക്കൊടുക്കാം. ഇനി നമ്മുടെ അടുത്ത ഹെയർ സ്റ്റൈൽ വീണ്ടും നമ്മളൊരു ട്രഡീഷണൽ ഹെയർ സ്റ്റൈലാണ് ചെയ്യാൻ പോകുന്നത്. അത് നമ്മൾ ഇതേ കണക്ക് കുറച്ച് മുടി എടുത്ത് നല്ലപോലെ നമുക്കൊന്ന് പതിയെ ട്വിസ്റ്റ് ചെയ്തെടുക്കാം. ഭയങ്കര അമർത്തി കഴിഞ്ഞാൽ ഒരു ഭംഗി വരത്തില്ല. നമ്മളെപ്പോഴും നമ്മുടെ മുടി ഇച്ചിരി മെസ്സിയായിട്ട് ലൂസായി കിടക്കുമ്പോഴാണ് ഇച്ചിരിയും കൂടി ഭംഗിയിൽ കിടക്കാൻ പറ്റുന്നത്. ഇപ്പോൾ ഈ ഒരു ഹെയർ സ്റ്റൈൽ വന്നിട്ട് പട്ടുപാവാട അല്ലാണ്ട് സാരി ഒക്കെ ഉടുക്കുന്നവർക്കൊക്കെ സൂപ്പറായിട്ട് കെട്ടാൻ പറ്റുന്ന ഹെയർ സ്റ്റൈലാണ്. ഭയങ്കര ഈസി ആയിട്ട് കെട്ടാൻ പറ്റും. എപ്പോഴും നിങ്ങൾ ബാലൻസ് ഇടുന്നതാണ് ഞാൻ ഒന്നുകൂടി പ്രിഫർ ചെയ്യുന്നത്. കാരണം ബാലൻസ് ഇടുമ്പം നമ്മുടെ ഫേസിൽ ആ ഒരു ഏജിങ് മാറി നമ്മൾ ഭയങ്കര ഒരു ക്യൂട്ടായിട്ടിരിക്കും തോന്നും. ഇത് ക്യൂട്ടായിട്ടും കെട്ടാൻ പറ്റും, ട്രഡീഷണലായിട്ട് കെട്ടാൻ പറ്റും. അപ്പോൾ അപ്പുറത്തെ സൈഡിലും ഞാൻ അതേ കണക്കൊന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട്. കെട്ടിക്കൊടുത്തിട്ട് ഭയങ്കരമായിട്ട് വലിച്ച് മുറുക്കാൻ നിൽക്കല്. നമ്മുടെ ചെവിയുടെ തൊട്ട് പുറകെ വെച്ചിട്ട് നമുക്കൊന്ന് ബോബി പിൻ വെച്ചിട്ടാണ്ട് ഇതേപോലെ സെക്യൂർ ചെയ്ത് കൊടുക്കുക. അല്ലാതെ ഭയങ്കര ഒരു ബാക്കിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ട്വിസ്റ്റ് ചെയ്തത് പോവും. അപ്പോൾ അതാണ്ട് രണ്ട് സൈഡിലും ഇങ്ങനെ കുത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പക്ഷേ അപ്പോൾ നല്ല ലെന്ത് തോന്നും കേട്ടോ നമ്മുടെ മുടിക്ക് വന്നിട്ട്. പിന്നെ വേണമെങ്കിൽ നമുക്കിങ്ങനെ ബാക്കിലോട്ട് വെച്ചിട്ട് ഒന്ന് ബനാന ക്ലിപ്പ് വെച്ച് പിൻ ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മെടഞ്ഞിടത്തില്ല, അങ്ങനെ മെടഞ്ഞിടാം. 1000 പിഞ്ഞിൽ പിഞ്ഞാം. ഇങ്ങനെ സൈഡിലോട്ട് ഇട്ടിട്ട് വേണമെങ്കിൽ നമുക്ക് 1000 പിഞ്ഞിൽ മെടഞ്ഞൊക്കെ ഇടാം. ഞാൻ സ്കൂളിൽ സ്കൂളിൽ പോകുന്ന സമയത്ത് അടുത്തൊരു ഹെയർ സ്റ്റൈലാണ് ഇത് വന്നിട്ട്. അപ്പോൾ അതാണ്ട് നമ്മൾ ആ ഒരു ഹെയർ സ്റ്റൈൽ വന്നൊരു ഇത്രയുള്ള. പക്ഷേ എനിക്ക് ഈ ഹെയർ സ്റ്റൈൽ ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇനി വീണ്ടും നമ്മുടെ ഒരു മോഡേൺ ഹെയർ സ്റ്റൈലിലോട്ട് പോകാം. നമ്മൾ നേരത്തെ കൊറിയൻ ഹെയർ സ്റ്റൈൽ കെട്ടേണ്ടിട്ട് കുറച്ച് മുടി ഇങ്ങനെ പിന്നിട്ടിട്ടില്ലേ, അത് നമ്മുടെ ബാക്കിലോട്ട് ഇങ്ങനെ ബൺ കെട്ടിയതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് ഇങ്ങനെ ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മുടി ഒട്ടും ജടയൊന്നും ആവത്തില്ല. നമ്മളിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ലോങ് പോകുന്ന ടൈമിൽ നമുക്ക് കെട്ടിക്കൊണ്ട് പോകാൻ പറ്റുന്നൊരു ഹെയർ സ്റ്റൈലാണ്. മുടി ഒത്തും ജട അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരുത്തില്ല. പക്ഷേ അത്യാവശ്യം നല്ലൊരു ഹെയർ സ്റ്റൈലുമാണ്, നല്ല ക്യൂട്ടായിട്ടിരിക്കുകയും ചെയ്യും. ഇനി നമുക്കിനി അടുത്ത വീഡിയോയിലോട്ട് പോകാം. അടുത്ത വീഡിയോ മീൻസ് അടുത്ത ഹെയർ സ്റ്റൈലിലോട്ടും. അത് വന്നിട്ടെന്ന് പറഞ്ഞാൽ സെൻറ്റർ പാർട്ടീഷൻ എടുത്ത് കെട്ടുന്നവർക്ക് കെട്ടാൻ പറ്റുന്ന അടിപൊളി ഹെയർ സ്റ്റൈലാണ്. നിങ്ങളെപ്പോഴും സെൻറ്റർ പാർട്ടീഷൻ എടുത്ത് ഇതേ കണക്ക് ട്വിസ്റ്റ് ചെയ്ത് കെട്ടുന്നവരാണെങ്കിൽ നമ്മുടെ ഈ ഒരു ചെവിയുടെ മുകളിലോട്ട് കുറച്ച് മുടി ഇങ്ങനെ വരുന്ന രീതിയിൽ വെച്ചിട്ട് നിങ്ങളെപ്പോഴും സ്ലൈഡ് വെച്ച് സെക്യൂർ ചെയ്ത് എടുക്കാൻ നോക്കണം. അല്ലെങ്കിൽ പിന്നെ ചെവി ഭയങ്കരമായിട്ട് ഫ്രണ്ടിലോട്ട് ഇങ്ങനെ തള്ളിയിരിക്കുന്നതിൻ്റെ കൂട്ടും. അപ്പോൾ ഒന്നും പക്ഷേ ഇങ്ങനെ വെച്ച് മുടി വെച്ച് കവർ ചെയ്യുമ്പോൾ നമുക്കങ്ങനെ മീൻസ് ചെവി ഭയങ്കരമായിട്ട് തള്ളത്തിനോട്ട് തോന്നത്തുമില്ല. ഇപ്പോൾ നെറ്റ് കയറിയവർക്കും ഒക്കെ കെട്ടാൻ പറ്റുന്നൊരു ഹെയർ സ്റ്റൈലാണ്. ഇതൊന്നും കൂടി കെട്ടാൻ പറ്റുന്നത് ഇച്ചിരി ലോങ് ഹെയർ ആൻഡ് ഏകദേശം ഇത്രയും ഹെയർ ഉള്ളവർക്കൊക്കെയാണ് ഈ ഹെയർ സ്റ്റൈൽ ഒന്നും കൂടെ ചേരുന്നത്. ഇത് തോന്നുമ്പോൾ അത്യാവശ്യം നല്ല ഒരു ഭയങ്കര ഒരു ട്രഡീഷണൽ ലുക്ക് തോന്നി. ഇപ്പോൾ ഈ കുർത്തിയുടെ കൂടെ ഇട്ടുകൊണ്ട് അത്രയും തോന്നത്തില്ല. പക്ഷേ നമ്മൾ പട്ടുപാവാട ഉടുപ്പ് അതിൻ്റെ കൂടെ ഇടുമ്പോൾ അത്യാവശ്യം നല്ലൊരു ഹെയർ സ്റ്റൈലാണ് കേട്ടോ ഇത് വന്നിട്ട്. അപ്പോൾ അതും നമ്മൾ കെട്ടിയെടുത്തിട്ടുണ്ട്. ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് കെട്ടിയെടുക്കാൻ പറ്റും. ഒരു ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോൾ എൻ്റെ വക ചെറിയ പട്ടിഷോകളുണ്ട് കേട്ടോ. സോറി, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. പിന്നെ വേണമെങ്കിൽ നമുക്കിങ്ങനെ ബാക്കിലോട്ട് വെച്ച് ഇതും ഒരു ബനാന ക്ലിപ്പോ അല്ലെങ്കിൽ നമ്മുടെ ക്രാബ് ക്ലിപ്പോ വെച്ചിട്ടൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കാം. നല്ല ഭംഗിയായിട്ട് തോന്നും. നമ്മുടെ ഫേസിന് ഭയങ്കര നല്ലൊരു ഷേപ്പ് കിട്ടുന്നതിലോട്ട് തോന്നും. അപ്പോൾ ഇതാണ്. അപ്പോൾ നമ്മുടെ ഇനി അടുത്തൊരു മോഡേൺ ഹെയർ സ്റ്റൈലിലോട്ട് പോകാം. മോഡേൺ ഹെയർ സ്റ്റൈലിനെ ഉദ്ദേശിച്ചത് ഇച്ചിരി ഇതേ ടൈപ്പ് ഡ്രസ്സൊക്കെ ഇടുന്നുണ്ടാണ് കേട്ടോ. അപ്പോൾ മുടി നല്ലോണം ചെയ്തിട്ട് സെൻറ്റർ പാർട്ടീഷൻ എടുത്തിട്ട് കുറച്ച് മുടി നമ്മൾ നേരത്തെ ഒരു ഇതേ കണക്ക് കുറച്ച് മുടി എടുത്തിങ്ങനെ അകത്തൂടെ പുള്ള് ചെയ്ത് കൊടുക്കുന്നത് കാണിച്ചില്ല. അതേ കണക്ക് രണ്ട് സൈഡിലും കെട്ടുന്നതാണ്. പക്ഷേ ഇത് അകത്തൂടെ നമുക്ക് ട്വിസ്റ്റ് ചെയ്തെടുക്കുക, പുള്ള് ചെയ്ത് കൊടുക്കുകയൊന്നും വേണ്ട. പുള്ള് ചെയ്ത് കൊടുക്കണം, ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കണ്ട. ഇതേപോലെ കുറച്ച് മുടി എടുത്തതിന് ശേഷം നമ്മുടെ ഇതുപോലത്തുള്ള ബാൻഡ്സ് വെച്ചിട്ട് നിങ്ങൾ എപ്പോഴും ബാൻഡ്സ് ഇടാൻ നോക്കണം. ഇതുപോലത്തെ എലാസ്റ്റിക് ടൈപ്പ് ബാൻഡ്സ് ഉണ്ട്, അല്ലെങ്കിൽ പിന്നെ കുഞ്ഞു ബണ്ണില്ലേ അതുപോലത്തെ ബണ്ണൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. അങ്ങനെ കെട്ടിക്കൊടുത്തതിന് ശേഷം ഇതേ കണക്ക് നമുക്കൊന്ന് പുള്ള് ചെയ്ത് കൊടുക്കാം. വീണ്ടും നമുക്ക് അപ്പുറത്തെ സൈഡിലും ഇതുപോലെ നമുക്കൊന്ന് കെട്ടിക്കൊടുത്തിട്ട് നമ്മുടെ ഹെയർ ബാൻഡ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പുള്ള് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇച്ചിരിയും കൂടെ പഫിയായിട്ട് തോന്നണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ എനിക്ക് ഇത്രയും മതി. ഇനി ഇച്ചിരിയും കൂടെ പഫിയായിട്ട് തോന്നണമെങ്കിൽ നമ്മൾ ഈ ബാൻഡ്സ് ഇട്ടതിൻ്റെ തൊട്ട് പുറകിൽ വെച്ചിട്ട് ഒന്ന് പുള്ള് ചെയ്തിട്ട് നമ്മുടെ ഒരു ബോബി പിൻ വെച്ചിട്ടൊന്ന് സെക്യൂർ ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ മുടി പോണിറ്റയിൽ കെട്ടാം, അല്ലെങ്കിൽ അഴിച്ചിട്ട് എടുക്കാം, അല്ലെങ്കിൽ രണ്ട് സൈഡും കെട്ടാം. എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കെട്ടിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് ബാക്കിൽ ഇങ്ങനെ ബോബി പിൻ വെച്ചൊന്ന് കുത്തി കാണിച്ചത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഹെയർ സ്റ്റൈലിംഗ് വീഡിയോ വന്നിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി ഇതുപോലത്തെ ഹെയർ സ്റ്റൈലിംഗ് വീഡിയോസ് വേണമെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയണേ. എന്തായാലും ഞാൻ ഹെയർ സ്റ്റൈലിംഗ് വീഡിയോസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എങ്ങനത്തെ ഹെയർ സ്റ്റൈലിംഗ് വീഡിയോ ആണ് വേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറഞ്ഞ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത്.